എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് ആരംഭിക്കുന്നത്. ശബ്ദം പ്രകാശം എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിലാദ്യം നമ്മൾ ശബ്ദം എന്നുള്ള ടോപ്പിനെ കുറിച്ച് പറയുന്ന 2 SCRT ചാപ്റ്ററാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്ററായ 8ാം ക്ലാസ്സിലെ 19ാമത്തെ അധ്യായമായ ശബ്ദം എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനുശേഷം നമുക്ക് 9ാം ക്ലാസ്സിലെ ഒരു അധ്യായം കൂടി, തരംഗ ചലനം എന്നുള്ളൊരു അധ്യായം കൂടി നമുക്ക് ശബ്ദത്തെക്കുറിച്ചുള്ള അധ്യായം പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് പ്രകാശം എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. അവിടെ നമുക്ക് കുറച്ച് അധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശബ്ദം എന്നുള്ള മൊഡ്യൂളിലെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്കൊട്ടും തന്നെ സമയം കളയാതെ മറ്റ് വീഡിയോയിലേക്ക് പോവാം. 8ാം ക്ലാസ് സയൻസിലെ 19ാമത്തെ അധ്യായമായ ശബ്ദം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യം എന്താണ്, ഒരു കൊതുക് പറക്കുന്നതാണ്. ഈ കൊതുകിൻ്റെ ചിറകടിയാണ് ഇവിടെ കുട്ടിക്കൊരു ശബ്ദമായിട്ട് തോന്നുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായതും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതുമായ ഒരു ഊർജ്ജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായതും നമുക്കെല്ലാവർക്കും പരിചയമുള്ളതും അതുപോലെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതുമായ ഒരു ഊർജ്ജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആശയവിനിമയത്തിനും ശ്രവണബോധം ഉളവാക്കുന്നതുമായ ഒരു ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം? ഒന്ന്, ശബ്ദ സ്രോതസ്സ് വേണം. പിന്നെ എന്താണ്, വായു എന്ന മാധ്യമം വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ്. ഇവിടെ റേഡിയോയിലൊരു പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ റേഡിയോ കേൾക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്, ഇവിടെ വായു എന്ന മാധ്യമത്തിലൂടെയാണ് ശബ്ദം ആ ചെവിയിലേക്ക് എത്തുന്നത്. ഇനി ശബ്ദത്തിൻ്റെ സ്രോതസ്സുകളെ കുറിച്ച് നോക്കാം. ശബ്ദ സ്രോതസ്സ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ട്. ശബ്ദ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ശബ്ദം ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എന്താണ്, ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. ചെണ്ട, വയലിന്, ഓടക്കുഴൽ, ഇടിമിന്നൽ, വെള്ളച്ചാട്ടം, ഇവയൊക്കെ എന്താണ്, ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. അതിൽ ഇടിമിന്നലും വെള്ളച്ചാട്ടമൊക്കെ എന്താണ്, പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സുകളാണ്. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ചെണ്ട, ഓടക്കുഴൽ, വയലിന്, ഗിത്താറ്, അങ്ങനെ വാദ്യോപകരണങ്ങളൊക്കെ എന്താണ്, മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാനാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്, ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഈ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്, ശബ്ദം ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ്. ശബ്ദ സ്രോതസ്സുകൾ, അത് കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം, അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ. ശ്വാനപേടകമാണെങ്കിൽ എന്താണ്, അത് എവിടെ നിന്നാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്, ശ്വാനതന്തുവാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. തൊണ്ട, ചുണ്ട് തുടങ്ങിയവയാണ് അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്നത്. ശ്വാനപേടകം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവമാണിത് ശ്വാനപേടകം. നമ്മുടെ സംസാരത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ശ്വാനപേടം എന്ന് പറയുന്നത്. അതിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഏതാണ്, ശ്വാനതന്തുവാണ്. ഓടക്കുഴലാണെങ്കിലോ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഓടക്കുഴലിൻ്റെ ഏതാണ്, വായു രൂപമാണ്. അത് അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ അഗ്രഭാഗങ്ങളാണ്, ആ ഹോളുകളാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് അങ്ങനെയാണ് അതിൽ പറയുന്നത്.
ഇനി ഇവിടെ നൃത്തം ചെയ്യുന്ന പ്രകാശം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അവിടെ ഒരു പരീക്ഷണം ചെയ്യാനാണ് ലേസർ വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടത് ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം. ദോലനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥിര ബിന്ദുവിനെ ആസ്പദമാക്കി വസ്തു അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നതാണ് ദോലനം എന്ന് പറയുന്നത്. നമ്മൾ ഊഞ്ഞാലിൻ്റെ ചലനം, അതേപോലെ നമ്മളെ മണിയുടെ ചലനം, അമ്പലങ്ങളിൽ മണിയുടെ ചലനം, ഇതൊക്കെ ദോലനം നമ്മൾ പഠിച്ചപ്പോൾ അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ദോലനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ പറയുന്നത്, ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹേർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹേർട്സ് ആണ്. ഷോർട്ടിൽ HZ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുക. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹേർട്സ് ആണ്. HZ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ എന്താണ് ആവൃത്തി എന്ന് പറഞ്ഞത്? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണെന്ത് ആവൃത്തി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൂത്രവാക്യം എന്താണ്? ദോലനങ്ങളുടെ എണ്ണം ബൈ സമയമാണെന്ത് ആവൃത്തിയുടെ സൂത്രവാക്യം വരിക. ദോലനങ്ങളുടെ എണ്ണം, ആവൃത്തി F, ഫ്രീക്വൻസി സമം ദോലനങ്ങളുടെ എണ്ണം N ബൈ സമയം T. അപ്പോൾ F സമം N ബൈ T. ആവൃത്തി സമയം ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. ഇവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദോലനങ്ങളുടെ എണ്ണം 10, 15, 20, അതിൻ്റെ സമയവും അതിൻ്റെ ആവൃത്തി കണ്ടെത്താനാണ്. അപ്പോൾ 10ലാണെങ്കിൽ ഒരു സെക്കൻഡിൽ എന്താണ് 10/1 എന്ന് പറയുമ്പോൾ അവിടെ ആവൃത്തി എന്താണ്? അവിടെ ആവൃത്തി വരുന്നത് 10 അപ്പോൾ അതുപോലെ ചെയ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആവൃത്തി എന്താണെന്നുള്ളത്, ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ ഒരു സെക്കൻഡിനെ അടിസ്ഥാനമാക്കിയാണ്. പിന്നെയും ഇവിടെ കുറേ പരീക്ഷണങ്ങൾ ചെയ്യാനാണ്. ഇനി ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ എന്താണ്, അതിൻ്റേതായ ഒരു പ്രത്യേകത ആവൃത്തിയിലായിരിക്കും അത് കമ്പനം ചെയ്യുന്നത്. നമ്മൾ ഏത് വസ്തുവാണെങ്കിലും ആ വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിപ്പിച്ചാൽ അതെന്താവും, അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും അത് കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് നമ്മൾ എന്തിനു പറയുന്നത്? അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ വസ്തുക്കളെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് നമ്മൾ പറയുന്നത്, ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുക. ഇങ്ങനെ ഈ ഒരു കമ്പനത്തെയാണ് നമ്മൾ ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അത് പരീക്ഷിക്കാനുള്ള കുറേ പരീക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ശബ്ദവിശേഷങ്ങൾ, സ്ഥായിയും ഉച്ചതയും എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ കൊതുകിൻ്റെ പാട്ട് എന്നതിൽ കൊതുകിൻ്റെ ചിറകടിയുടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും അവ ശബ്ദം ഉണ്ടാക്കുകയല്ല, അവയുടെ ചിറകടിയുടെ കമ്പനമാണ് നമുക്ക് ശബ്ദമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ കൊതുകുകളുടെ ചിറകുകൾ എത്ര ഹെർട്സിലാണ് കമ്പനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പനം ചെയ്യുന്ന ആവൃത്തി എത്രയാണ്? 500 ഹെർട്സാണ്. തേനീച്ചകളുടെ ആണെങ്കിൽ അത് 300 ഹെർട്സാണ്. കൊതുകിൻ്റെ 500ഉം തേനീച്ചയുടെ 300 ഹെർട്സുമാണ് അതിൻ്റെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത്. അവയുടെ ചിറകടി ഉണ്ടാക്കുന്ന ഈ ശബ്ദമാണ് നമുക്ക് ഒരു മൂളലായിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ചീവീടുകൾ കാര്യമെടുത്താൽ ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് എന്താണ്? അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. കൊതുകും തേനീച്ചയും ഒക്കെ എന്താണ്, അതിൻ്റെ ചിറകടിയുള്ള കമ്പനാണ് ശബ്ദമായിട്ട് നമുക്ക് മൂളലായിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ചീവീടാണെങ്കിൽ എന്താണ്, ചീവീട് ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ ചിറകിൻ്റെ ഉള്ളിലുള്ള പ്രത്യേക അവയവങ്ങൾ ഉരസിക്കൊണ്ടാണ്. അപ്പോൾ ചീവീടുകളുടെ ചിറകിൻ്റെ ഉള്ളിലൊരു പ്രത്യേക അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾ ഉരസിക്കൊണ്ടാണ് ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് സൈലൻറ്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം എന്താണ്, അവിടെ ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്.
ഇനി ശബ്ദത്തിൻ്റെ സവിശേഷതകളായ സ്ഥായിയും ഉച്ചതയും എന്താണെന്നുള്ളത് നോക്കാം. സ്ഥായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് നമ്മൾ സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത്. ഇതെന്താണ്? ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ് നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത ഉണ്ടാകുന്നത്. അപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് നമ്മൾ സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത്. അതെന്താണ്? ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ്. ശബ്ദത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണെന്ത്? കൂർമ്മതയും ഉച്ചതയും. സ്ഥായിയും അല്ലെങ്കിൽ ഉച്ചതയും. അതിൽ സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണെന്ത്? സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എപ്പോഴും അല്ലെങ്കിൽ സ്ഥായി എപ്പോഴും എന്താണ്? ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ് എപ്പോഴും നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത അല്ലെങ്കിൽ സ്ഥായി ഇരിക്കുന്നത്. അപ്പോൾ സ്ഥായി എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്താണ് ഉച്ചത എന്നുള്ളത് നോക്കാം. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്. സ്ഥായി നമ്മൾ പറഞ്ഞു, ശബ്ദത്തിൻ്റെ കൂർമ്മതയാണെന്ത്? സ്ഥായി എന്ന് പറഞ്ഞു. എന്നാൽ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണെന്ത്? ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചത പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് കമ്പനത്തെയാണ്. നമ്മൾ സ്ഥായി പറഞ്ഞു, ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയാണ് സ്ഥായി ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഉച്ചത ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്? കമ്പനത്തെയാണ്. കമ്പനത്തിൻ്റെ ആയതിയെയും അതേപോലെ ചെവിയുടെ ഗ്രാഹ്യതയുമാണ് എന്ത്? ശബ്ദം അല്ലെങ്കിൽ ലൗഡ്നെസ് ആശ്രയിച്ചിരിക്കുന്നത്. ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ലൗഡ്നെസ്സിൻ്റെ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഉച്ചത അളക്കാനുള്ള യൂണിറ്റാണ് ഡെസിബൽ മീറ്റർ. അപ്പോൾ ശബ്ദം ഒരാളുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് എന്ത് പറയുന്നത്? ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് കമ്പന ആയതിയെയും അതുപോലെ ചെവിയുടെ ഗ്രാഹ്യതയുമാണ്. കമ്പന ആയതിയും ചെവിയുടെ ഗ്രാഹ്യതയുമാണെന്ത്? ഉച്ചതയെ പ്രധാനമായും ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ഉച്ചതയുടെ യൂണിറ്റാണ് എന്ത്? ഡെസിബൽ എന്ന് പറയുന്നത്. ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബലാണ്. ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്ററാണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെർട്സ് ആണ്. ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് എന്ത് പറയുന്നത്? സ്ഥായി അല്ലെങ്കിൽ സ്ഥായി എന്ന് പറയുന്നത്. ഉച്ചത എന്ന് പറയുന്നത് എന്താണ്? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥായിയും ഉച്ചതയും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങളാണ്. സ്ഥായി അല്ലെങ്കിൽ പിച്ച്. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ നമ്മൾ സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയും. അത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കും. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്. ഇത് പ്രധാനമായിട്ടും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും വ്യത്യാസം വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യും? പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കും. സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കും. എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ സ്വനതന്തുവിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയും. ആവൃത്തിയും കൂർമ്മതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമ്മത കുറവായിരിക്കും. പുരുഷ ശബ്ദത്തിന് പൊതുവെ എന്തായിരിക്കും? പിച്ച് അല്ലെങ്കിൽ കൂർമ്മത കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? സ്വനതന്തു പുരുഷന്മാരിൽ പ്രായപൂർത്തിയാകുമ്പോൾ വലുതാകും. സ്ത്രീകളിലാകുമ്പോൾ എന്താണ്? അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടെന്താണ്? പുരുഷ ശബ്ദത്തിന് പൊതുവെ സ്ഥായി അല്ലെങ്കിൽ കുറവായിരിക്കും. പിച്ച് കുറവായിരിക്കും. കൂർമ്മത കുറവായിരിക്കും. ഇനി സംഗീതവും ഒച്ചയും. മ്യൂസിക് ആൻഡ് നോയ്സ്. സംഗീതവും ഒച്ചയും ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണെന്ത്? സംഗീതം എന്ന് പറയുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും അതുപോലെ കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം. സംഗീതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ക്രമമായ കമ്പനത്തോടെ ആയിരിക്കും. അതിൻ്റെ അളവ് എന്തായിരിക്കും? ക്രമമായ കമ്പനങ്ങളായിരിക്കും. അതുപോലെ എന്താണ്? കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കും. നമുക്ക് ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കില്ല. കേൾക്കാൻ ഇമ്പമുള്ളതുമായുള്ള ശബ്ദത്തെയാണ് നമ്മൾ സംഗീതം എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം.
ക്രമത്തിലുള്ള കമ്പനത്തോടെയും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഗീതമെന്ന് പറയുന്നത്. എന്നാൽ നോയ്സ് അല്ലെങ്കിൽ ഒച്ച എന്ന് പറയുന്നത് എന്താണ്? അരോചകമായതും ക്രമരഹിതമായതുമായ കമ്പനം കൊണ്ടുണ്ടാകുന്ന ശബ്ദത്തെയാണ് നമ്മൾ ഒച്ച എന്ന് പറയുന്നത്. അരോചകമായതും അതുപോലെ ക്രമരഹിതമായ കമ്പനം കൊണ്ടുണ്ടാകുന്ന ശബ്ദമാണ് ഒച്ച. എന്നാൽ ക്രമമായ ഒരേ ക്രമത്തിലുള്ള കമ്പനം മൂലമുണ്ടാകുന്നതും കമ്പനം മൂലവും അതുപോലെ കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഗീതം എന്ന് പറയുന്നത്. ഒച്ച എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ക്രമരഹിതമായ കമ്പനമായിരിക്കും, അരോചകമായിരിക്കും. അങ്ങനെയുള്ള ശബ്ദത്തെ നമ്മൾ ഒച്ച എന്ന് പറയും. ഇനി സപ്തസ്വരങ്ങൾ നോക്കാം. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് എന്ത്? ശ്രുതി എന്ന് പറയുന്നത്. പിച്ചിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്ഥായി അല്ലെങ്കിൽ ശ്രുതി, പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണെന്ത്? ശ്രുതി എന്ന് പറയുന്നത്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവൃത്തിയുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പട്ടിക നോട്ട് ചെയ്യുക. ഇതിൽ നോട്ട് ചെയ്യേണ്ട 2 പോയിന്റുകളാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓരോ സപ്തസ്വരങ്ങളുടെ എന്താണ് ആവൃത്തി തന്നിട്ടുണ്ട്. സായുടെ ആവൃത്തി 256 ഹെർട്സ്, രീയുടെ 288, ഗ 320, മ 341, പ 384, ദ 427, നീ 480. ഇവിടെ നമ്മൾ 2 പോയിന്റുകളാണ് നോട്ട് ചെയ്യേണ്ടത്. 2 ചോദ്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. സപ്തസ്വരങ്ങളിൽ ആവൃത്തി കൂടിയ സ്വരം ഏതാണ്? നീയാണ്. കാരണം 480 ഹെർട്സാണ് നീയുടെ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് ചോദ്യം ഏതാണ്? സപ്തസ്വരങ്ങളിൽ ആവൃത്തി കൂടിയ സ്വരം ഏതാണ്? നീയാണ്. സപ്തസ്വരങ്ങളിൽ ആവൃത്തി കുറഞ്ഞത് ഏതാണ്? സായാണ്. അപ്പോൾ സായും നീയും, അത് തുടക്കത്തിലുള്ള സായാണെന്ത്? സപ്തസ്വരങ്ങളിൽ ആവൃത്തി കുറഞ്ഞത്. അവസാനത്തിലുള്ള നീയാണെന്ത്? സപ്തസ്വരങ്ങളിൽ ആവൃത്തി കൂടിയത്. ഇനി ഇത് 1 സ്ഥാനം, അവസാന സ്ഥാനം പറഞ്ഞു. ഇനി സപ്തസ്വരങ്ങളിൽ ആവൃത്തി, ഇത് ചോദിക്കാൻ സാധ്യതയില്ലാത്ത പോലെയാണ്. രണ്ടാമത് ആവൃത്തി കുറഞ്ഞത് ഏതാണ്? രീയാണ്. അത് ആ ക്രമത്തിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ ആവൃത്തി ഏറ്റവും കൂടിയതിന് തൊട്ട് താഴേതാണ്? ദ ആണ്. അപ്പോൾ ഇതിൽ 2 പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സാ ആണെന്ത്? സപ്തസ്വരങ്ങളിൽ ആവൃത്തി ഏറ്റവും കുറഞ്ഞത്. നീയാണ് സപ്തസ്വരങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയത്. ഈ 2 പോയിന്റുകളാണ് ഇതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഈ കോളം നോട്ടിലേക്ക് ഇതുപോലെ തന്നെ വരച്ച് എഴുതി വെക്കുക. ഇനി ശബ്ദത്തിൻ്റെ പ്രേഷണം നോക്കാം. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ശബ്ദത്തിൻ്റെ പ്രേഷണം. ശബ്ദം എന്ത് ചെയ്യും? വിവിധ സ്രോതസ്സുകളിൽ ശബ്ദം നമുക്ക് എന്ത് ചെയ്യുക? അടുത്തെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇവിടെയും എന്താണ്? പരീക്ഷണങ്ങൾ ചെയ്യാനാണ്. ഇവിടെ നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ശബ്ദം എന്താണ്? മാധ്യമമില്ലാതെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? ഒരു മാധ്യമം ആവശ്യമാണ്. ഇനി ശബ്ദം എന്താണ്? വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, ശബ്ദം ഖരവസ്തുക്കളിലൂടെയും ഒക്കെ സഞ്ചരിക്കും. അപ്പോൾ ശബ്ദം വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത് എന്നുകൂടി നമുക്ക് അനുബന്ധമായിട്ട് ഓർക്കുക. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ശബ്ദം വായുവിലൂടെ അല്ലാതെയുള്ള പ്രതലത്തിലൂടെയൊക്കെ എന്താണ്? ശബ്ദം സഞ്ചരിക്കും. ഈ 2 പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കുറിച്ചുള്ള കാര്യം നോക്കാം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ കണ്ടെത്തിയ ആളാണെന്ത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1847 മാർച്ച് 3 സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിലാണ് ജനിച്ചത്. 75-ാം വയസ്സിൽ 1922 ആഗസ്റ്റ് 2 അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാം ബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റൻറ്റുമായ വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചത്. അപ്പോൾ ടെലിഫോൺ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. എന്താണ് വർഷം? 1876 ഒക്ടോബർ 9 അതിലൂടെ അദ്ദേഹം സംസാരിച്ചത് ആരോടാണ്? തൻ്റെ സുഹൃത്തായ വാട്സനുമായിട്ടാണ് സംസാരിച്ചത്. എത്ര കിലോമീറ്റർ അകലത്തിൽ? കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെ 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ ആണ് സംസാരിച്ചത്.
അത്രയും കാര്യങ്ങൾ എന്താണ് നിർബന്ധമായിട്ടും നോട്ട് ചെയ്യുക. ഇനി അലക്സാണ്ടർ ഗ്രാഹാം ബെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉച്ചതയുടെ യൂണിറ്റിന് ബെല്ല് എന്ന പേര് നൽകിയത്. ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ബെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ബെല്ല് എന്നുള്ള ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണെന്ത് നമ്മൾ പറഞ്ഞ ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിബൽ അല്ലെങ്കിൽ ബെല്ല് എന്നാണ് ഉച്ചതയുടെ യൂണിറ്റാണ്. അപ്പോൾ ഉച്ചതയുടെ ചെറിയ യൂണിറ്റാണ് എന്ത്, ഡെസിബൽ എന്ന് പറയുന്നത്. ബെല്ലിൻ്റെ ചെറിയ യൂണിറ്റാണ് എന്ത്, ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെസിബൽ അല്ലെങ്കിൽ ബെല്ല് എന്ന പേരൊക്കെ വന്നത് ആരുടെ പേരിൽ നിന്നാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ പേരിൽ നിന്നാണ് ഉച്ചതയുടെ യൂണിറ്റിന് ആ പേര് വന്നത്. ടെലിഫോൺ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. ഓക്കെ. ഇനി ശബ്ദവും അതിൻ്റെ ഏകദേശം ഡെസിബലും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം, അതുപോലെ ജെറ്റ് എഞ്ചിൻ്റെ, വാഹന തിരക്കേറിയ റോഡിലെ, കാറിൻ്റെ, സാധാരണ സംഭാഷണത്തിലെ ഒക്കെ അതിൻ്റെ ഡെസിബൽ എത്രയെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം ഏതാണ്? എപ്പോഴും 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണെന്ത്, ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ്. ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണെന്ത്, നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്. ഇനി ജെറ്റ് എഞ്ചിന് 100 മീറ്റർ അകലെ നിൽക്കുമ്പോൾ എത്ര ഡെസിബലാണ് ശബ്ദം? 110 മുതൽ 140 വരെയാണ് എന്ത്, ജെറ്റ് എഞ്ചിന് 100 മീറ്റർ അകലെ നിൽക്കുമ്പോൾ അകലത്തിലുള്ള ശബ്ദം. ഇനി നമ്മുടെ വാഹന തിരക്കേറിയ റോഡിലാണെങ്കിൽ 80 മുതൽ 90 ഡെസിബൽ വരെയാണ് അതിൻ്റെ ശബ്ദം. കാറിൻ്റെ ആണെങ്കിൽ 60 മുതൽ 80 വരെ. ഇനി നമ്മൾ സാധാ മനുഷ്യന്മാരുടെ സംഭാഷണത്തിലാണെങ്കിൽ 40 മുതൽ 60 വരെ ഡെസിബലാണ് എന്ത്, ശബ്ദം. ഇനി ഇലകളുടെ മർമ്മരാണെങ്കിലോ 10 ഡെസിബലാണ്. ഇലകളുടെ മർമ്മരം എത്ര ഡെസിബലാണ് ശബ്ദം? 10 ഡെസിബലാണ്. അതുപോലെ എന്താണ്, ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത ഏകദേശം എത്രയാണ്? 120 കൂടുതലാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ജെറ്റ് എഞ്ചിൻ്റെ 100 മീറ്റർ അകലെയുള്ള ജെറ്റ് എഞ്ചിൻ്റെ ശബ്ദത്തിൻ്റെ കൂർമ്മത 110 മുതൽ 140 വരെയാണ്. കാറിൻ്റെ 60-80, സാധാരണ സംഭാഷണങ്ങളിൽ 40-60. ഇലകളുടെ മർമ്മരം 10 ഡെസിബൽ. ഈ കോളവും നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ശബ്ദത്തിന് എന്താണ്, മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ വായുവിലൂടെ മാത്രമല്ല ശബ്ദം സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ശബ്ദം സഞ്ചരിക്കും എന്ന് പറഞ്ഞു. ഇനി ശ്രവണം അല്ലെങ്കിൽ ഹിയറിംഗ്. ശബ്ദം എന്താണ്, കമ്പനം മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്, മാധ്യമം ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളവിടെ മനസ്സിലാക്കിയതാണ്. അനുഭവവേദ്യമാകുന്നത്, ശബ്ദം നമുക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണ്? അതിന് നമ്മളെ സഹായിക്കുന്ന ഇന്ദ്രിയമാണെന്ത്, നമ്മുടെ ചെവി എന്ന് പറയുന്നത്. ശബ്ദം നമുക്ക് അനുഭവപ്പെടാൻ കാരണം അല്ലെങ്കിൽ അനുഭവപ്പെടാൻ സഹായിക്കുന്ന നമ്മുടെ ഇന്ദ്രിയമാണ് ചെവി എന്ന് പറയുന്നത്. ഇനി ചെവിയും ശബ്ദവും നോക്കാം. ഇയർ ആൻഡ് സൗണ്ട്. ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യും? കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടും. ഇത് നമുക്ക് വിശദമായിട്ട് ബയോളജിൻ്റെ മൊഡ്യൂളിൽ പഠിക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓടിച്ചു വിടുന്നുള്ളൂ. ചെവിക്കുടയിലെത്തുന്ന ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യും? കർണനാളത്തിലൂടെ കടന്നു പോയിട്ട് കർണപടത്തിൽ ചെന്ന് തട്ടും. ഇതെന്ത് ചെയ്യും? കർണപടത്തെ കമ്പനം ചെയ്യിക്കും. കർണപടത്തിലുണ്ടാകുന്ന കമ്പനം എന്ത് ചെയ്യും? അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കും. അസ്ഥി ശൃംഖലയിലെ കമ്പനം എന്ത് ചെയ്യും? ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. ഒച്ചിൻ്റെ ആകൃതിയിൽ ഏകദേശം 3 സെൻറ്റിമീറ്റർ നീളമുള്ളമായ ഭാഗമാണെന്ത്? കോക്ലിയ എന്ന് പറയുന്നത്. കോക്ലിയ എന്ന് പറയുന്നത് എന്താണ്? 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒച്ചിൻ്റെ ആകൃതിയുള്ള ചെവിയുടെ ഉള്ളിലൊരു അവയവമാണെന്ത്? കോക്ലിയ എന്ന് പറയുന്നത്. ചെവിയുടെ ഉള്ളിലെ ഭാഗമാണ്. ഈ കോക്ലിയയുടെ ഉള്ളറകളിലാണെന്ത്? എൻഡോലിംഫ് എന്ന ദ്രാവകം ഉള്ളത്. അപ്പോൾ ഈ എൻഡോലിംഫിലേക്ക് കമ്പനം പടരും. കോക്ലിയയിലെ ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ എന്ത് ചെയ്യും? കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ അഥവാ ഇമ്പൾസസ് രൂപപ്പെടുകയും ചെയ്യും. ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യും? ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണെന്ത് നമുക്ക് ശബ്ദം അനുഭവമാകുന്നത്. അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കാൻ എത്ര പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താ, ചെവിക്കുട ഫോട്ടോ തന്നിട്ടുണ്ട്. കർണനാളം, കർണപടം, കോക്ലിയയിലെത്തും, ഓവൽ വിൻഡോ, സ്റ്റേപ്പിസ്, ശ്രവണനാഡി, ഇൻകസ്, സ്റ്റേപ്പിസ്,
ചെവിയുടെ ഫോട്ടോ. ഇത് ബയോളജി മൊഡ്യൂളിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ശ്രവണ പരിധി, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രവണ പരിധി. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയാണിത്, ശ്രവണ പരിധി എന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്ന്. കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം എന്താണ്? മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? ഗാൾട്ടൺ വിസിലാണ്. ഏകദേശം 30,000 ഹെർട്സാണ് എന്ത് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ആ ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായിട്ട് പക്ഷികളും മൃഗങ്ങളും അസാധാരണമായി പെരുമാറും. അതേപോലെ വവ്വാലുകൾ ഇരുട്ടിലും സുഖമായി സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലം 1,00,000 ഹെർട്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും എന്താണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എന്താണ്? 20 മുതൽ ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് എന്ത് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതിനുള്ള ആ ശ്രവണ പരിധിയിലുള്ള ശബ്ദം മാത്രമാണ് എന്ത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇൻഫ്രാസോണിക് തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മളെ ഭൂകമ്പ തരംഗങ്ങൾ. ഈ പക്ഷികൾക്കൊക്കെ കേൾക്കാൻ കഴിയുന്ന, പ്രാവുകൾ അതുപോലെ ആന ഇവക്കൊക്കെ കേൾക്കാൻ കഴിയുന്നതാണ് എന്ത് ഭൂകമ്പ തരംഗങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. അപ്പോൾ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദ തരംഗങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഭൂകമ്പ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗത്തിന് ഉദാഹരണമാണ്. ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ള തരംഗങ്ങളെയാണ് നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 20 ഹെർട്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അതിൻ്റെ ഉദാഹരണം എന്താണ്? ഭൂകമ്പ തരംഗമാണ്. ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ളതാണ് എന്ത് അൾട്രാസോണിക് തരംഗം. അതിന് ഉദാഹരണം അൾട്രാസോണിക് തരംഗങ്ങൾ ഏതൊക്കെ? നമ്മളെ എലികൾ, അതേപോലെ നിശാശലഭം, അതുപോലെ വവ്വാൽ ഇവക്കൊക്കെ കേൾക്കാൻ കഴിയുന്ന സൗണ്ടാണെന്ത് അൾട്രാസോണിക് തരംഗങ്ങൾ. അത് 20,000 ഹെർട്സിന് മുകളിലാണ്. വവ്വാലുകളും നിശാശലഭമൊക്കെ രാത്രി സഞ്ചരിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. 20,000 ഹെർട്സിന് മുകളിലാണ്. അതേപോലെ നമ്മളെ നായ്ക്കളെ നിയന്ത്രിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ഹെർട്സ് നമ്മൾ പറഞ്ഞു 30,000 ഹെർട്സാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സാണ്. ഇനി പറഞ്ഞ തന്നെയാണ് പറയുന്നത്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സാണ്. ഈ ശബ്ദം എന്ത് ചെയ്യും? മനുഷ്യന് കേൾക്കാൻ കഴിയില്ല, നായ്ക്കൾക്ക് കേൾക്കുകയും ചെയ്യും. ഇനി വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അവയിലെ രാത്രി സഞ്ചാരം സുഗമമാക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഭൂകമ്പ തരംഗം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്രാസോണിക് തരംഗമാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കോളുണ്ട്, ശ്രവണ പരിധി ഏകദേശം ആവൃത്തി. അപ്പോൾ നായയുടെ ശ്രവണ പരിധി 67 മുതൽ 45,000 വരെയാണ്. പൂച്ചയുടെ ആണെങ്കിൽ 45 മുതൽ 64,000 വരെയാണ്. പശുവിൻ്റെ ആണെങ്കിൽ 23 മുതൽ ഹെർട്സിലാണ് ഈ പറയുന്നത്, 23 ഹെർട്സ് മുതൽ 35,000 ഹെർട്സ് വരെയാണ്. കുതിരയുടേതാണെങ്കിൽ 55,000 ഹെർട്സ് മുതൽ 55 ഹെർട്സ് മുതൽ 33,500 ഹെർട്സ് വരെ. എലിയുടേതാണെങ്കിലോ 1000 ഹെർട്സ് മുതൽ 91,000 ഹെർട്സ് വരെയാണ്. വവ്വാലാണെങ്കിൽ 2,000 ഹെർട്സ് മുതൽ 1,23,000 ഹെർട്സ് വരെ. ആനയാണെങ്കിൽ 16 ഹെർട്സ് മുതൽ 12,000 ഹെർട്സ് വരെ. സ്വർണ്ണ മത്സ്യമാണെങ്കിൽ 20,000 ഹെർട്സ് മുതൽ 3,000 ഹെർട്സ് വരെ. കോഴിയാണെങ്കിൽ 125 ഹെർട്സ് മുതൽ 2,000 ഹെർട്സ് വരെ. ഓരോ മൃഗങ്ങളുടെയും ശ്രവണ പരിധിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇമ്പോർട്ടൻ്റ് ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. പിന്നെ ഇൻഫ്രാസോണിക് തരംഗം, ഉദാഹരണം ഭൂകമ്പം, 20,000 ഹെർട്സിന് താഴെയുള്ള തരംഗം. അൾട്രാസോണിക് തരംഗം 20 ഹെർട്സിന് താഴെയുള്ളതാണ് ഇൻഫ്രാസോണിക്. ഇനി സോണിക് തരംഗമാണെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ളത് വവ്വാലുകളുടെ നിശാശലഭങ്ങളുടെയൊക്കെ സഞ്ചാരത്തിന് സഹായിക്കുന്ന തരംഗം. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു.
മനുഷ്യൻ്റെ ശ്രവണ പരിധി. അതേപോലെ ഗാൾട്ടൺ വിസിൽ 30,000 ഹെർട്സ് അതും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണ്? സോണാർ അഥവാ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ് എന്ന ഉപകരണം. ഇതെന്തിനാണ്? കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ്. അപ്പോൾ കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണിത് സോണാർ എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണെന്ത്? സോണാർ എന്നതിൻ്റെ പൂർണ്ണരൂപം. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? സോണാർ. സോണാറിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭം. പിന്നെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സക്കൊക്കെ അൾട്രാ തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോണാറിലും അതുപോലെ വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ എന്താണ്? ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ. ശബ്ദ മലിനീകരണം അഥവാ നോയ്സ് പൊല്യൂഷൻ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അമിതമായിട്ടുള്ള പകൽ, ഇപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ സമയമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി ആകെ എന്താണ്? നമുക്ക് ശബ്ദ മലിനീകരണമായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്നത്. ശബ്ദം കൊണ്ടുള്ള മലിനീകരണമാണ്. ഈ ശബ്ദ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ മാനസികവും വൈകാരികവുമായുള്ള തലങ്ങളെ ബാധിക്കും. അതുപോലെ രക്തസമ്മർദ്ദം, പ്രമേഹം, ബധിരത, ആസ്മ എന്നിവയൊക്കെ ഈ ശബ്ദ മലിനീകരണം മൂലം ഉണ്ടാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ശബ്ദ മലിനീകരണം കുറക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ശബ്ദ മലിനീകരണം കുറക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള മുൻകരുതലുകളാണ് എന്ത്? വാഹനങ്ങളിലെ എയർ ഹോണുകൾ ഉപയോഗം. അതേപോലെ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുടെ ഉപയോഗം. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധം പ്രവർത്തിക്കുന്നത്. അതേപോലെ ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യുക? നമുക്ക് ധാരാളം മരങ്ങൾ വെച്ച് പിടിക്കും. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ എന്ത് ചെയ്യും? ശബ്ദ മലിനീകരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. കാരണം എന്താണ്? മരങ്ങൾ ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്യും. മരങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്യും. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശബ്ദ മലിനീകരണം ഒരു പരിധിവരെ തടയാൻ കഴിയും. അതുപോലെ നമ്മുടെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാനുള്ള സമയം എന്താണ്? രാവിലെ 6 മുതൽ രാത്രി 10 മണി വരെയാണ് എന്ത്? നമുക്ക് ലൗഡ് സ്പീക്കറുകൾക്ക് ഉപയോഗിക്കാനുള്ള സമയപരിധി. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കേരള സർക്കാരിൻ്റെ സർക്കുലറിലൊക്കെ പ്രകാരം എന്താണ്? ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി ഏതാണ്? രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അതിനുശേഷം ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് എന്താണ്? ശിക്ഷാർഹമാണ്. അപ്പോൾ അത് ശബ്ദ മലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭരണകർത്താക്കൾ ചെയ്ത കാര്യങ്ങളാണിത്. ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാനുള്ള സമയപരിധി രാവിലെ 6 മുതൽ രാത്രി 10 മണി വരെയാണ് നമുക്ക് എന്ത്? പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാനുള്ള സമയപരിധി. അപ്പോൾ ഇത്രയാണ് ശബ്ദം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതേ ശബ്ദത്തിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. തരംഗ ചലനം എന്നുള്ള 9ാം ക്ലാസ് ഫിസിക്സിലെ ഒരു ചാപ്റ്ററും കൂടി. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദം എന്നുള്ള ഈ ഒരു ടോപ്പിക്കിലെ 2 SCRT ചാപ്റ്ററും കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശത്തെക്കുറിച്ചാണ്. അങ്ങനെ പ്രകാശത്ത് അതിൽ കുറച്ച് ചാപ്റ്ററുകൾ പഠിക്കാണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവസാന മൊഡ്യൂളായ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളും അതിനെക്കുറിച്ചുള്ള അവസാന ബയോളജി മൊഡ്യൂളിലേക്ക് കടക്കാം. അത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.